ിൽ നിന്ന് എംബസി അപ്പെക്സ് ബോഡി ICBF-ന്റെ പ്രസിഡന്റ് ശ്രീ ഷാനവാസ് ബാവ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാനവാസ് ബാവ, കുവൈത്തിലാണ് കാര്യമായ തീപിടുത്തങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഖത്തറിൽ ചെറുതായിട്ടൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ഒരു വലിയ അപകടങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. എങ്കിലും വലിയ ചൂട് ഖത്തറിലും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ICBF-ന്റെ കീഴിലൊക്കെ കൊടും ചൂടിനകത്ത് ഈ തൊഴിലാളികൾക്കും ഈ കെട്ടിടങ്ങളിലൊക്കെ താമസയിടങ്ങളിലൊക്കെ താമസിക്കുന്ന കുടുംബങ്ങൾക്കുമൊക്കെ ഈ ICBF-ന്റെയും എംബസി അപ്പെക്സ് ബോഡികളുടെയൊക്കെ നേതൃത്വത്തിൽ എന്തെല്ലാം മുൻകരുതൽ നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ കൊടും ചൂടിനകത്ത് അതിനെ നമുക്ക് അപകടങ്ങളില്ലാതെ തരണം ചെയ്യാൻ, അതിജീവിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും? നമസ്കാരം. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ GCC രാജ്യങ്ങളിലെല്ലാം വളരെ ശക്തമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഖത്തറിലാണെങ്കിൽ 48-50ഒക്കെയാണ് പകൽ സമയത്തെ താപനില. തീർച്ചയായും ഇതിന്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗം എന്നുള്ളത് പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും തുറസായ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവർ, വർക്ക് സൈറ്റുകൾ പണിയെടുക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഡെലിവറി ബോയ്സ്, മറ്റേ റെസ്റ്റോറന്റുകളിലോ അല്ലെങ്കിൽ തലഭാഗത്ത് പോലെയുള്ള റൈഡേഴ്സ്, ഇങ്ങനെ ഉള്ളവരൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അനുഭവിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ലേബർ, ഖത്തറിലെ മിനിസ്ട്രി ഓഫ് ലേബർ നമ്മുടെ വർക്ക് ടൈം തന്നെ റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് രാവിലെ 10 മണിക്കും 3:30ക്കും ഇടയിലുള്ള സമയത്ത് എല്ലാ തുറസായ സ്ഥലത്തെ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് ലേബറിന്റെ ഉത്തരവ്. അത് സെപ്റ്റംബർ 15 വരെ പ്രാബല്യത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് സ്ട്രെസ് അവയർനെസ് ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല ലാംഗ്വേജുകളായിട്ട്, ഇംഗ്ലീഷും അറബിക്കും മാത്രമല്ലാതെ ഹിന്ദി, നമ്മുടെ ഏറ്റവും വലിയൊരു ലാംഗ്വേജ് ഇവിടുത്തെ ഹിന്ദിയാണ്. അതുപോലെ മറ്റു റീജിയണൽ ലാംഗ്വേജസിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ICBF നമ്മളിവിടെ ഒരുപാട് അവയർനെസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് സ്ട്രെസ് ക്യാമ്പയിനെ കുറിച്ചുകൊണ്ട് അതിന്റെ പല ഷെഡ്യൂൾസ് നമ്മൾ നടത്തിയിരുന്നു. അപ്പൊ അടുത്തത് നമ്മളുടെ ഒരു അവയർനെസ് സെഷൻ വരുന്നത് നമ്മുടെ ഒരു ഇൻഡസ്ട്രി ഏരിയയിലുള്ള ഒരു ലേബർ ക്യാമ്പിൽ ആ ഭാഗത്തുള്ള വർക്കേഴ്സിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹീറ്റ് സ്ട്രെസ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ തന്നെ എങ്ങനെ ഈ ഒരു കൊടും ചൂടിനെ അവർക്ക് മറികടക്കാം, അല്ലെങ്കിൽ അതിനൊക്കെ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്, അതെങ്ങനെ നമ്മളുടെ ജീവന് അപകടകരമല്ലാത്ത രീതിയിൽ തരണം ചെയ്യാമെന്നതിനെ കുറിച്ച് നമ്മളുടെ ഒരു അവയർനെസ് സെഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ സീരീസ് നടക്കുന്നുണ്ട്. അടുത്ത സെഷൻ ഇവിടുത്തെ ഇൻഡസ്ട്രി ഏരിയയിൽ വെച്ച് നടക്കും. തീർച്ചയായും മറ്റു രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള വലിയ അപകടങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു സമാധാനകരമായ കാര്യം. അതിന് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും അപ്പെക്സ് ബോഡികളും അതുപോലെ തന്നെ ഇവിടെ സാമൂഹ്യ പ്രവർത്തകരും കമ്പനികളും എല്ലാം അതിൻ്റെതായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി കാണേണ്ടത്.